ഹനോയിലെ എലിവേട്ട. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഫ്രഞ്ച് കോളനി ഭരണത്തിൻ കീഴിൽ ഹനോയ് എന്നൊരു നഗരം എലികളുടെ പ്ലാഗും ശല്യവും കാരണം ബുദ്ധിമുട്ടിയിരുന്നു. നഗരത്തെ മെച്ചപ്പെടുത്താനുള്ള ആഗ്രഹത്താൽ ഗവർണർ ജനറൽ ഒരു റിവാർഡ് പദ്ധതിക്ക് രൂപം നൽകി. പൗരന്മാർ കൊല്ലുന്ന ഓരോ എലിക്കും ഒരു ചെറിയ തുക പ്രതിഫലമായി നൽകുക. എന്നാൽ ആരോഗ്യപരമായ അപകട സാധ്യതകൾ പരിഗണിച്ച് എലിയുടെ ജഡങ്ങൾ കൂട്ടിയിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത് കോളനി ഭരണകൂടം ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് നാട്ടുകാർ കൊണ്ടുവരുന്ന ഓരോ എലിയുടെ വാലിനും പണം നൽകാൻ തുടങ്ങി. അധികം വൈകാതെ എലിയുടെ വാലുകൾക്ക് മൂല്യമുണ്ടായി. എലിവേട്ടക്കാർ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കി: എലികളെ കൊല്ലേണ്ട ആവശ്യമില്ല. വാൽ മുറിച്ച് വിട്ടാൽ ഒരു എലിക്ക് വീണ്ടും പ്രജനനം നടത്താനും കൂടുതൽ മൂല്യവത്തായ വാലുകളെ ഉൽപ്പാദിപ്പിക്കാനും കഴിയും. പിന്നെ പറയേണ്ടതില്ലല്ലോ, ഈ പദ്ധതി ഉദ്ദേശിച്ച ഫലം കണ്ടില്ല. എലികളുടെ ശല്യം മുൻപത്തേക്കാൾ രൂക്ഷമായി. ഇതിനെയാണ് കോബ്ര എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പ്രശ്നത്തിൻ്റെ പരിഹാര മാർഗം ആ പ്രശ്നത്തെ കൂടുതൽ മോശമാക്കുന്ന അവസ്ഥ. കഥയുടെ ഗുണപാഠം: ഒരു പ്രതിവിധി നിർദ്ദേശിക്കുന്നതിന് മുൻപ് പ്രശ്നത്തിൻ്റെ മൂലകാരണത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുക.